പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്സ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിന് 1600 കിലോമീറ്റർ ദൈർഘ്യവും 1,60,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുമാണുള്ളത്. ഇന്ത്യയിൽ ഹിമാലയത്തിന് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെയാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. പാലക്കാട് ചുരവും ഗോവയിലെയും ചെങ്കോട്ടയിലെയും ഓരോ ചെറിയ വിടവുകളും ഒഴിച്ചാൽ തുടർച്ചയായ മലനിരയാണിത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം മഹാരാഷ്ട്ര കർണാടക അതിർത്തിയിലെ ശരാവതി നദിയിലുള്ളതാണ്. നമ്മളെ എന്നും ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, വാഗമൺ ഉൾപ്പെടെ 44ഓളം പർവ്വതനിരകൾ ഇവിടെയുണ്ട്. ഭൗമശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് ഇതിന് 7 കോടി വർഷമെങ്കിലും പഴക്കമുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതുമൂലം കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നതിന് പശ്ചിമഘട്ടം കാരണമാകുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളെല്ലാം ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ 44 നദികളും പശ്ചിമഘട്ടത്തിൻ്റെ സന്തതികളാണ്. ലോകത്താകെയുള്ള സസ്യ ഇനങ്ങളുടെ 1/5 ഇന്ത്യയിലാണുള്ളത്. അതിൽ പ്രധാന പങ്ക് പശ്ചിമഘട്ടത്തിനുണ്ട്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 2/3 ഭാഗവും ഖനനം ചെയ്തെടുക്കുന്നത് കർണാടകയിലെയും ഗോവയിലെയും പശ്ചിമഘട്ട ഭാഗങ്ങളിൽ നിന്നാണ്. മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയും ഖനനം ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നുത്ഭവിക്കുന്ന നദികളിൽ 200 അണക്കെട്ടുകളാണുള്ളത്. ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയൊരു പങ്ക് ഈ അണക്കെട്ടുകളിൽ നിന്നാണ്. കൃഷിക്കാവശ്യമായ ജലസേചനം നടത്തുന്നതിനും ഈ നദികൾക്ക് ഗണ്യമായ പങ്കുണ്ട്. വ്യാപകമായ കയ്യേറ്റവും ഖനനവും വനനശീകരണവും ഈ പ്രദേശത്തെ ക്ഷയിപ്പിച്ചു. ദേശീയ വനനയപ്രകാരം പർവ്വതമേഖലകളിൽ 60% വനമായിരിക്കണമെന്നാണ്. എന്നാൽ പശ്ചിമഘട്ടത്തിൽ ഇന്ന് 40%-ൽ താഴെ മാത്രമേ വനമുള്ളൂ. പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ പല ദുരിതങ്ങളിലേക്കും കലാശിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി ഒരു വിദഗ്ധ സമിതിയെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തുകയുണ്ടായി. 2011 ഈ കമ്മിറ്റി അതിൻ്റെ ശുപാർശകളടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ പ്രകാരം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പശ്ചിമഘട്ടത്തിലെ നല്ലൊരു ഭാഗം സ്ഥലവും പരിസ്ഥിതി ലോല മേഖലയാക്കണം എന്നാണ്. അതായത് ഇത്തരം പ്രദേശങ്ങളുടെ ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം എന്നർത്ഥം. കൂടാതെ ഇത്തരം മേഖലകളിൽ ഖനനം, മണൽ വാരൽ, മരം മുറിക്കൽ എന്നിവ നിയന്ത്രിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. വരും തലമുറയ്ക്കായി പശ്ചിമഘട്ടം സംരക്ഷിക്കാം.